അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ബീൻസ് ഉപ്പേരി വയ്ക്കാം. അതിന് ഞാൻ സവോളയോ വേറെ ഒന്നും ഇതിലേക്ക് കൂട്ടുന്നില്ല. അതിലേക്ക് വേണ്ടത് പച്ചമുളക്, തേങ്ങ, ഇത്തിരി വറുത്തിടാൻ ചുവന്ന മുളകും, കടുകും, ബീൻസും, ഉപ്പും. ഇത്തിരി ബീൻസ്, തേങ്ങ, പച്ചമുളക്, വറുത്തിടാൻ മുളക്, കടുക്, ഇത്രയേ വേണ്ടൂ. ഉപ്പും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ തേങ്ങയും ഈ പച്ചമുളകും കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്ക് ഈ പച്ചമുളകും ഈ തേങ്ങയും ഒന്ന് ഒതുക്കിയെടുക്കാം. നിലവിൽ ഞാൻ ഇതിങ്ങനെ ഒന്ന് ചതച്ചെടുത്തേ ഉള്ളൂ. ഇത് തേങ്ങാപ്പൊടി ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. അതിൽ കൂടെ പച്ചമുളക് ഒന്ന് ചതയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മിക്സി ഉപയോഗിച്ചത്. ഇനി നമുക്ക് അടുത്ത പണി. അപ്പം നമുക്കിനി എണ്ണ ചൂടായി അതിലേക്ക് കടുകും ചുവന്ന മുളകും ഇടാം. ഇട്ടു. അപ്പം ഇതിലേക്ക് ബീൻസ് കൊട്ടത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടു. അപ്പം നമ്മളിതിലേക്ക് വേപ്പില ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, എല്ലാം കൂടി കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് 2 മിനിറ്റ് വേവിക്കണം. ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആളം കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതിൽ അടച്ചു വെച്ച് വേവിക്കാം. ബീൻസ് ഒന്ന് വേവട്ടെ. ബീൻസ് ഒന്ന് വേവണം. ഒരു വേവ് എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പൊടി ഇടണം. ഒന്ന് വേവട്ടെ. നിങ്ങൾക്ക് തേങ്ങ കിട്ടുക വെച്ചാൽ തേങ്ങേനെ ഒന്ന് തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ തേങ്ങാപ്പൊടിയാണ് ഒന്ന് പച്ചമുളകും കൂട്ടി ഒന്ന് ചതച്ചെടുത്തത്. ഇനിയിപ്പോൾ ഈ ബീൻസ് ഒന്ന് വേവണം. തുറന്ന് വെച്ച് വേവിക്കാം. അപ്പം അതിൻ്റെ വെള്ളം വറ്റി കിട്ടൂല. ബീൻസ് പകുതി വെന്തു. ഈ ഇതിലേക്ക് നമുക്കിനി തേങ്ങ കൊട്ടിയിട്ട് ചിക്കി എടുക്കാം. അപ്പം ഇതിൽ കിടന്നിട്ട് ഈ പച്ചമുളകും തേങ്ങയും ബീൻസും കൂടി ഒപ്പം വളർന്ന് കിട്ടും. ആ സ്ഥാനത്ത് നമ്മൾ തേങ്ങ നേരത്തെ എണ്ണയിലേക്ക് കൊട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ബീൻസ് വേകുമ്പോഴത്തേക്ക് അത് മൂപ്പ് കൂടുതലാവും. അപ്പം തേങ്ങ നമുക്ക് ഒരുപാട് മൂക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബീൻസ് ഒരു അരവേവായിട്ട് നമ്മൾ തേങ്ങ കൊട്ടുന്നത്. ഇപ്പം നമുക്കിത് നാളം കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ കിടന്നിട്ട് ആ ബീൻസും തേങ്ങയും എല്ലാം കൂടി ഒപ്പം അങ്ങോട്ട് വെന്ത് കിട്ടും. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് ചിക്കി എടുത്താൽ ഒലന്ന ഉപ്പേരി കിട്ടും. ബീൻസ് ഉപ്പേരി റെഡിയാവും. അപ്പോൾ നമ്മളുടെ ഉപ്പേരി വെന്തു. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉപ്പേരിയാണിത്. വേഗം ആക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ശരി, എന്നാൽ അസ്സലാമലൈക്കും. ഇനി ഞാൻ വേറെ ഡിഷായിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ബീൻസ് ഉപ്പേരിയുണ്ട്, മത്തൻ കറിയുണ്ട്, അച്ചാറുണ്ട്, സാൽമൺ പൊരിച്ചതുണ്ട്. അപ്പം അടിപൊളി ഒരു ഊണുണ്ണാൻ പോവുക. പിന്നെ വേണം ഈ മത്തൻ കറി നമുക്ക് എളുപ്പത്തിൽ വെക്കാവുന്നതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇനി ഒരു ദിവസം ഇട്ട് തരാം കേട്ടോ. വേഗം വെക്കാൻ പറ്റും.